എങ്ങോട്ടാ നിധി ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? എടാ നിന്നോടാ ചോദിച്ചേ അവൾ എവിടേക്കാ പോയതെന്ന്. നീ നാവെടുക്കാതെ ഇങ്ങനെ ഇരുന്നോ? ഏട്ടത്തിയെ കൊണ്ട് ആ പാവം ശിവാനിയെ തല്ലിച്ചതും പോരാഞ്ഞ് ഇപ്പൊ നല്ല പിള്ള ചമഞ്ഞ് അന്വേഷിച്ചു പോയതാവും. കുറച്ചു നേരം ഒന്നും ഉണ്ടായിരിക്കാവോ? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ കാരണം തേടി നടക്കുക. എടാ നീ ഈശ്വരമംഗലത്ത് നിന്ന് ഇറങ്ങി കൊടുക്കാന്ന് പറഞ്ഞാ അത് ഞാൻ തോക്കുന്നതിന് തുല്യല്ലോ ശിവാനി. കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ പ്രണവേ. അതിലെനിക്കൊരു ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ഞാനിനി അവിടേക്ക് വരൂ. ചാവാനായി ഇവള് പാലത്തിന് മുകളിൽ കേറി നിൽക്കുന്നു വിളിച്ചു പറഞ്ഞ ഉടനെ ചത്തു കളഞ്ഞൊന്ന് പ്രതീക്ഷയിലാണോ നീ വന്നത്? ഇവളുടെ ശവം കണ്ട് സന്തോഷിക്കാനായിരിക്കും നീ വന്നതല്ലേ? വെറുതെ വാലും തലയില്ലാത്ത സംസാരിക്കല്ലേ അമ്മായി. ഞാനാണ് ഇവളെ അവിടെ നിന്ന് ചാവാനായി പറഞ്ഞു വിട്ടെന്നാണോ അമ്മായി ധരിച്ചു വെച്ചിരിക്കുന്നത്? നീയല്ലേ നിന്റെ അമ്മായിയമ്മയെ കൊണ്ട് ഇവളെ തല്ലിച്ചത്? നിങ്ങളെ ഒന്നും സത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താനാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ തന്നെ വിശ്വസിച്ചോ? മാറങ്ങോട്ടോ. ശിവാനി വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എവിടേക്ക്? ഈശ്വരമംഗലത്തേക്കോ? എന്തിന്? അവിടെ കൊണ്ടുചെന്ന് പാർവതി എന്നെ കൊണ്ട് വീണ്ടും തല്ലിക്കാനോ? അമ്മ നിന്നെ തല്ലിയതിന്റെ കാര്യമൊക്കെ നമുക്ക് വഴിയെ കണ്ടുപിടിക്കാം. അതിന്റെ കാരണം ഞാൻ കണ്ടെത്തുകയും ചെയ്യും. പിന്നെ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് അതിലൊരു പങ്കുമില്ലാന്ന് അല്ലേ? വെറുതെ ആളെ പൊട്ടനാക്കാൻ നോക്കല്ലേ. വേണ്ടതെല്ലാം കാണിച്ചു വിട്ടിട്ട് അഭിനയിക്കാൻ വന്നിരിക്കുന്നു. ഗർഭിണിയായി ഒരു പെണ്ണിനെ നീ മരണത്തിലേക്ക് തള്ളിവിടാൻ നോക്കിയ കാരണമൊക്കെ എനിക്കറിയാം. നിനക്ക് മുന്നേ എന്റെ മോള് ഈശ്വരമംഗലത്തിന്റെ അനന്തര അവകാശിക്ക് ജന്മം കൊടുക്കുന്നതിലെ അസൂയല്ലേ നിനക്ക്? അസൂയയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ ഇവളെ ആത്മഹത്യ ചെയ്യാൻ വന്ന കാര്യം, ഇവളെ എനിക്കറിയാത്തതൊന്നും അല്ലല്ലോ. ഈ പാലത്തിൽ കൊണ്ടുവന്ന് താഴേക്ക് തള്ളിയിടാൻ നോക്കിയാലും ഇവള് ചാടില്ല. എടാ മോനെ, ദേ ഇവൾ ഇങ്ങനെ പറഞ്ഞ എരിവ് കയറ്റുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? ശിവാനി ചെയ്യില്ല എന്ന് പറയുമ്പോ ആ വാശിക്കെങ്കിലും ഇവൾ ആത്മഹത്യ ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാവും. പ്രണവേ, എന്നെ ഇനി നിർബന്ധിക്കരുത്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇനി ഈശ്വരമംഗലത്തേക്ക് വരില്ല. ഇനി ശിവാനി വരണോന്ന് പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് വിടുകയില്ല. പിന്നെ അമ്മായി എന്താ ചെയ്യാൻ പോകുന്നത്? സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവാണോ? അപ്പൊ അതാണ് നിന്റെ ആഗ്രഹം അല്ലേ? എന്നെ എങ്ങനെയെങ്കിലും ഈശ്വരമംഗലത്തിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിച്ചിട്ട് നിനക്കവിടെ രാജ്ഞിയായിട്ട് വാഴണം. ഇപ്പൊ നിന്നെ ഈശ്വരമംഗലത്തേക്ക് തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് എന്റെ ആവശ്യമാണ്. നീ വന്നേ പറ്റൂ. നീ വിളിച്ച ഉടനെ മാലും ചിരട്ടി നിന്റെ പുറകെ എങ്ങനെ വരാനൊന്നും എന്നെ കിട്ടൂല. നീ വന്നേ പറ്റൂ. അതിന് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. എന്ത് വേണേലും ചെയ്തു തരോ? നിന്നെ അവിടെ തിരിച്ചു കൊണ്ടെത്തിക്കുക എന്നുള്ളത് എന്റെ ആവശ്യമായി പോയി. പറഞ്ഞു, നിനക്ക് എന്താ വേണ്ടത്? ഞാൻ തിരിച്ചു വരണമെങ്കിൽ എനിക്കൊരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷൻ? ഞാൻ പറയാം. എന്റെ ഈ നിബന്ധനകൾ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഈശ്വരമംഗലത്തേക്ക് തിരികെ വരാം. അല്ലെങ്കിൽ ഞാനും പ്രണവും ഏതെങ്കിലും വാടക വീട്ടിൽ പോയി താമസിച്ചോളാം. എന്തു പറയുന്നു? വിളിച്ചാലും എടുക്കില്ല. മനുഷ്യന് ടെൻഷൻ ആക്കാനായിട്ട്. എന്നെ കൊണ്ട് തല്ലിച്ചിട്ട് അവള് തന്നെ ഇറങ്ങിപ്പോയത് എന്തിനായിരിക്കും? ശിവാനി അന്വേഷിച്ച് നിധി പോയിട്ടും ഈ ഗൗതം എന്താ കൂടെ പോകാത്തത്? എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലോ. എന്തായിരിക്കും? എടമോനെ, നിധി എവിടെ പോയതാടാ? ദേ ഗൗതം, ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാം. ശിവാനി ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല എങ്കിൽ പിന്നെ നിധി ഇവിടെ ഉണ്ടാവില്ല. അത് 100% ഉറപ്പാ.
ഇതൊക്കെ കാണിക്കുന്നേ? നീ എവിടേക്കാ ഇറങ്ങിപ്പോയത്? എല്ലാവരും എന്തുമാത്രം ടെൻഷൻ ആയെന്നറിയോ? പ്രണവ്, ശിവാനി എവിടെയായിരുന്നു? അതൊന്നും പറയാതിരിക്കുന്ന ആന്റി ബുദ്ധി. അതിനെക്കടവ് പാലത്തിൽ നിന്ന് എനിക്ക് ഇവിടെ കിട്ടിയത്. പാലത്തിന് മുകളിൽ നിന്നോ? ആത്മഹത്യ ചെയ്യാനായിട്ട് ആ പാലത്തിന് മുകളിൽ കയറി നിൽക്കുമായിരുന്നു. എന്താ ശിവാനി ഈ കേൾക്കുന്നേ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഇവിടുന്ന് ഇറങ്ങിയപ്പോ തന്നെ ശിവാനി അവിടെ അമ്മയെ വിളിച്ച് ചാവാൻ പോകുന്നു പറഞ്ഞു. രേണുകാന്റി കൃത്യസമയത്ത് അവിടെ എത്തുമ്പോ പുഴയെ ചാടാൻ വേണ്ടിയിട്ട് ഇവളവിടെ നിൽക്കുമായിരുന്നു. അവിടുന്ന് രക്ഷപ്പെടുത്തി എടുത്തിട്ട് ആന്റി എന്നെ വിളിച്ചു വരുത്തിയത്. നിനക്കെന്താ അറിവും ബോധമൊന്നും ഇല്ലേ ശിവാനി? വയറ്റില് കുഞ്ഞുങ്ങളെ വെച്ചോണ്ട് മരിക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? ഞാൻ പിന്നെ എന്താ ആന്റി ചെയ്യണ്ടേ? ഞാൻ ഇവിടെ നിന്നാലും എന്റെ മരണം ഉറപ്പല്ലേ? ഈ നിധി എന്നെ കൊല്ലും. ആരുടെങ്കിലും കൈകൊണ്ട് ചാവുന്നതിനേക്കാളും എന്റെ കുഞ്ഞുങ്ങളുമായിട്ട് സ്വയം അങ്ങ് തീരാന്ന് വിചാരിച്ചു. ചാവേണ്ടത് നീയല്ല. ദേ, ഇവളെയാണ് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടത്. എന്ത് പറഞ്ഞാലും അവസാനം നിധിയെ പുറത്താക്കുന്ന സ്ഥിരം പല്ലുവിൽ കൊണ്ട് നിർത്തണ്ട. നിന്റെ ഭാര്യ കാണിക്കുന്നൊന്നും കാണാനുള്ള കഴിവൊന്നും ഇല്ലേ നിനക്ക്? ശിവാനി, എന്തായാലും ഒരു കുഴപ്പമില്ലാതെ നീ തിരിച്ചു വന്നല്ലോ, അത് മതി എനിക്ക്. ഞാൻ ചെന്ന് വിളിച്ച ഉടനെ ശിവാനി കൂടെ പോന്നൊന്നും അല്ല. ഇനി ശിവാനി ഈ വീട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ശിവാനിക്ക് ഒരു നിബന്ധനയുണ്ട്. നിബന്ധനയോ? അതെന്താ? ഇവരെ അവിടേക്ക് വിളിച്ചു വരുത്തി ഇവരെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടാണ് ശിവാനി തിരിച്ചിങ്ങോട്ട് വന്നത്. എന്ത് നിബന്ധന? ശിവാനി, നീ തന്നെ പറഞ്ഞോളൂ. ഇനി ഈ വീട്ടിൽ ഞാൻ നിൽക്കണമെങ്കിൽ എന്റെ അമ്മ ഇനി മുതൽ ഈ വീട്ടിൽ ഉണ്ടാവണം. രേണുകയോ? ഇവിടെയോ? എന്തിനാ? എന്തിനാണെന്ന് ആന്റിക്ക് അറിയില്ലേ? നിധി താമസിക്കുന്ന ഈ വീട്ടിൽ എന്നെ സംരക്ഷിക്കാൻ ആരെങ്കിലുമൊക്കെ ഇവിടെ ഇല്ലാതെ എനിക്ക് പേടിയാ. വസുന്ധര ആന്റിയും പ്രണവും അങ്ങ് ഓഫീസിൽ പോയി കഴിഞ്ഞ് ഞാനിവിടെ തനിച്ചല്ലേ. എന്നെ ഇവിടെ ഉപദ്രവിക്കാൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്കും എന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞുങ്ങൾക്കും അതല്ലാതെ വേറെ എന്ത് ഗ്യാരണ്ടിയാ ഉള്ളത്? എന്റെ അമ്മ എന്റെ കൂടെ ഉണ്ടായേ പറ്റൂ. അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. നിന്റെ അമ്മയൊന്നും ഇവിടെ കൊണ്ട് നിർത്താൻ പറ്റില്ല. ഗൗതം എന്തിനാ അതിനെ എതിർക്കുന്നേ? നിധിക്ക് അതിൽ വിഷമമൊന്നുമില്ലല്ലോ. എന്താ നിധി, നീ സമ്മതം കൊടുത്തോ? കൊടുത്തു ഗൗതം. ശിവാനിയെ എങ്ങനെ എനിക്ക് ഈ വീട്ടിൽ തിരികെ കൊണ്ടുവരണമായിരുന്നു. അതിനിതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ഞാൻ കാരണമാണ് ശിവാനി വീട് വിട്ടു പോയതെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. ആ തെറ്റ് ഞാനായിട്ട് അങ്ങ് തിരുത്തി, അത്രേ ഉള്ളൂ. നിധിക്ക് സമ്മതമാണെന്ന് പറഞ്ഞത് ഇപ്പൊ സത്യമാണെന്ന് മനസ്സിലായില്ലേ? പക്ഷെ എനിക്ക് വേണ്ടത് പാർവതി എന്റെ ഒരു സമ്മതം.